രാഹുൽ മാങ്കുട്ടത്തിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതിനെതിരെ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം. തളിപ്പറമ്പിലെ സീനിയർ CPO പ്രിൻസിനെതിരെ അന്വേഷണത്തിന് നിർദ്ദേശം. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് ഈ സംഭവം? എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രസംഗം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തത് വഴി രാഷ്ട്രീയ നിഷ്പക്ഷത, സേനയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയെ തകർക്കുന്ന പ്രവൃത്തി ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കണ്ണൂർ റൂറൽ SP ഇത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചെറുപുഴ പോലീസിനാണ് ഇത്തരത്തിൽ അന്വേഷണം നടത്തി വാക്കാൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയത്. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങൾ ഷെയർ ചെയ്യുന്നത് സേനയുടെ രാഷ്ട്രീയ നിഷ്പക്ഷതയെ ബാധിക്കും, അതിനെ ചോദ്യം ചെയ്യുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO പ്രിൻസിനെതിരെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് വന്നത്. അന്വേഷണം നടക്കുന്നുമുണ്ട്. ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഈ നടപടി മുന്നോട്ട് പോകുമ്പോൾ മറുവിഭാഗം, അതായത് കോൺഗ്രസ് അനുകൂല നിലപാടുള്ള പോലീസുകാർക്കുൾപ്പെടെ ഇതിൽ ചില അമർഷമുണ്ട്. അവർ അത് പറയുന്നുമുണ്ട്. കാരണം K സുധാകരനെ സമൂഹ മാധ്യമത്തിൽ തെറിവിളിച്ചതിന് സുധാകരന്റെ തന്നെ പരാതിയിൽ സുധാകരൻ തന്നെ ഒരു പോലീസുകാരനെതിരെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പോലീസുകാരനെതിരെ ഒരു നടപടിയും ഇല്ലാതിരിക്കുകയും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത പോലീസുകാരനെതിരെ ഇത്തരത്തിൽ അന്വേഷണം നടക്കുകയും ചെയ്യുന്നതിൽ പ്രതിഷേധവും സേനയ്ക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളുമൊക്കെ നിരവധി പോലീസുകാർ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്നുമില്ലാതെ ഈ ഒരു ഉദ്യോഗസ്ഥൻ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനിലെ CPO പ്രിൻസിനെതിരെ മാത്രം ഇത്തരത്തിൽ അന്വേഷണം നടക്കുന്നതിനെതിരെ സേനയ്ക്കകത്ത് തന്നെ അമർഷവും രൂപപ്പെട്ടിട്ടുണ്ട്. സംഗീത. ശരി, വിവരങ്ങൾ കണ്ണൂരിൽ നിന്ന് നൽകിയത് നിഖിൽ അളവൂരാണ്.